ഇന്ത്യയുടെ അടുത്ത നീക്കം എങ്ങനെ? കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ നീക്കം നമ്മൾ കണ്ടു. ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെ 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ ആക്രമണം നമ്മൾ കണ്ടു. 24 കേന്ദ്രങ്ങളാണ് ഭീകരവാദികൾ പാകിസ്ഥാനിൽ ട്രെയിനിങ് നടത്തുന്നതും ഇന്ത്യക്കെതിരായി അവരുടെ ഭീകര സംഘടനകളെ ഉപയോഗിക്കുന്നതും. അങ്ങനെ 24 സെന്ററാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ 5 സെന്ററിലാണ് 5 സെന്ററിൽ 9 സ്ഥലത്ത് ആ സെന്ററിന്റെ കീഴിൽ വരുന്ന 9 സ്ഥലത്താണ് നമ്മൾ അക്രമം നടത്തിയത്. അവിടുത്തെ ആ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെ അൽ ഖ്വയ്ദ, ലഷ്കർ ഇ തോയ്ബ, ഗെയ്ഷെ മുഹമ്മദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ആക്രമണം നടത്തി. അവിടുത്തെ ബിൽഡിങ്ങുകളും അവരുടെ സൗധങ്ങളും എല്ലാം തകർത്തടിച്ചു. അവിടെ കുറെ അധികം ആൾക്കാർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. പാശ്ചാത്യ പത്രപ്രവർത്തകർക്ക് കിട്ടുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മൾ ഇവിടുന്ന് എയർ മിസൈൽസ് അയക്കുമ്പോൾ അന്നേരം നമ്മൾ എടുത്തിരിക്കുന്ന ആ ഷോട്ടുകളെ വെച്ചിട്ട് നമുക്ക് എത്രമാത്രം അവരുടെ ബിൽഡിങ്ങുകൾ ഡാമേജ് വരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. എങ്കിലും പൊതുവെ 5 ലൊക്കേഷൻ, ആ 5 ട്രെയിനിങ് സ്ഥലം, 9 ഏരിയ, അവിടെയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഇനി 15 കൂടെ അടിക്കണം. നമ്മുടെ മിഷൻ അങ്ങനെയാണ്. നമ്മൾ പാകിസ്ഥാനിലെ അവരുടെ ജനങ്ങളെയോ അവരുടെ ഒരു സ്ഥാപനങ്ങളെയോ അവരുടെ ബാരക്കുകളോ അല്ലെങ്കിൽ പട്ടാള ക്യാമ്പുകളോ അവരുടെ എയർപോർട്ടുകളോ അവരുടെ വ്യക്തികളെയോ ഗ്രാമങ്ങളെയോ ഒന്നും നമ്മൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ സഖ്യരാജ്യങ്ങളോടൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ടെററിസ്റ്റുകൾ എവിടൊക്കെ ക്യാമ്പടിച്ചിട്ടുണ്ടോ, എവിടൊക്കെ ട്രെയിനിങ് നടത്തിയോ അവിടെ മാത്രമേ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് മാത്രമാണ് ഇന്ത്യ നടത്തുന്നതാണ് നമ്മുടെ സഖ്യ രാജ്യങ്ങളോടും നമ്മളോട് അടുപ്പമുള്ള സ്നേഹമുള്ള ലോകത്തിലെ വൻ ശക്തികളോടും നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലപ്പുറത്ത് ഒരു പരിപാടിക്കും ഇന്ത്യ പോകില്ല. അതേസമയത്ത് 24 സെന്ററുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരായിട്ട് ടെററിസ്റ്റ് പരിശീലനം കൊടുക്കുന്നതും ക്യാമ്പ് നടത്തുന്നതും അവിടുന്ന് കാശ്മീരിലേക്ക് ആളെ കയറ്റി വിടുന്നതും അങ്ങനെയുള്ള സെന്ററുകളിലെ 5 സ്ഥലങ്ങൾ നമ്മളിപ്പം റെയ്ഡ് നടത്തി. ഇനി ആ 5 സ്ഥലത്ത് നിന്ന് 9 ക്യാമ്പാണത്. 9 ക്യാമ്പ് നടത്തി. ഇനി 15 കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തും. അത് ഇന്നലെ അങ്ങോട്ട് നമ്മൾ പ്രവേശിക്കും. ഇതുപോലെ നേരത്തെ ചെയ്തു പോയ പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തും എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇന്നലെ ഉണ്ടായില്ല. ഇന്നും നാളെ കൂടെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഉപോത്ബലകമായി പറയുന്ന 2 കാര്യങ്ങളുണ്ട്. പാകിസ്ഥാന് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഇറാന്റെ ഒരു പ്രതിനിധി പാകിസ്ഥാനിൽ, അവരുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിൽ പോയി. അതിനുശേഷം ഇന്ത്യയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ചർച്ച നടത്തുന്നു. അതിൻ്റെ ഇടയ്ക്ക് അർത്ഥവത്തായ ഒരു വാക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അത് പകരത്തിന് പകരം ചെയ്യുകയാണ്. ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യ മറിച്ച് തോണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ട്രംപ് പറഞ്ഞത്. പകരത്തിന് പകരം തീർത്തു കഴിഞ്ഞാൽ അത് അങ്ങ് തീർന്നോളും എന്നുള്ള ധ്വനിയിലാണ് പറഞ്ഞത്. ആ സമയത്ത് അമേരിക്ക ഇടപെടും, നിർത്താൻ പറയാം, അത് ഉടൻ നിർത്തും, അധികം ദീർഘനേരം പോകില്ല എന്നുള്ള ധ്വനിയാണ് അമേരിക്കൻ പ്രസിഡന്റ്. അത് ശരിയാണ്, 100% ശരിയാണ്. ഇന്ത്യക്ക് താല്പര്യം പാകിസ്ഥാനിലെ നമ്മുടെ മിത്രങ്ങളെ അല്ല, അവിടുത്തെ ജനങ്ങളെ അല്ല, അവിടുത്തെ ഭരണകൂടത്തെ അല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് അൺഓതറൈസ്ഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ അവിടുത്തെ ആക്ടിവിറ്റി സ്ഥലങ്ങൾ കൃത്യമായി ഇന്ത്യ നശിപ്പിക്കും. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് 1ാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും ഉണ്ട്. 2ാം ഘട്ടം ഇന്ന് രാത്രിയും നാളെയും ആയിട്ട് അത് തീർക്കും എന്നാണ് കരുതുന്നത്. കാരണം നമ്മൾ ഇനി മുന്നോട്ട് പോവില്ല. ഇനി അത് വലിച്ചു നീട്ടാനും നമുക്ക് കഴിയില്ല. വലിച്ചു നീട്ടുന്നത് ഇന്ത്യയുടെ വിദേശകാര്യത്തിലും ഇന്ത്യയുടെ നയതന്ത്രത്തിലും ഒക്കെ പാളിച്ചയായിട്ട് തോന്നും. അതുകൊണ്ട് 3-4 ദിവസത്തിനകം ഇത് ഇന്ത്യ പര്യവസാനിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, അടുത്ത 2-3 കൂടെ കഴിഞ്ഞാൽ ഇന്ത്യ ആക്രമണം നിർത്തും. അവരുടെ എല്ലാ ക്യാമ്പുകളും നമ്മൾ നശിപ്പിക്കും. അതോടുകൂടി ഇന്ത്യയുടെ സൈഡിലേക്ക് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് വളരെയധികം ആൾക്കാരെ
കൊല്ലപ്പെടുകയും ചെയ്തു. അവരുടെ എല്ലാവരുടെയും വീടുകൾ നശിപ്പിക്കുകയും ചെയ്തു. ആർട്ടിലറിയുടെ ആ പ്രയോഗം നിർത്തണമെന്ന് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ സൈന്യം ഇടപെടും. എവിടുന്നാണ് അത് വരുന്നതെന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലുള്ള പല വീടുകളും കത്തുന്നത് നമ്മൾ കണ്ടു. അവിടെ പലരും കൊല്ലപ്പെട്ടു. അത് തൊട്ടടുത്തുള്ള മലകളിൽ നിന്നാണ് ഷെല്ലാക്രമണം നടത്തുന്നത്. അങ്ങോട്ട് കൃത്യമായി പ്രിസൈസ്ഡ് ആയിട്ടുള്ള മിസൈൽ അയച്ച് അവിടുത്തെ ആ ഷെല്ല് ഉതിർക്കുന്ന ആ മുഴുവൻ അവരുടെ മെഷീനറികളും ഇന്ത്യ ഉടൻ നശിപ്പിക്കും. അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ബൗണ്ടറിയിലെ ആൾക്കാരെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും അവരുടെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതും പാകിസ്ഥാൻ മര്യാദയ്ക്ക് നിർത്തിക്കോണം. ഇല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളം ഇന്ന് അതിൽ കൗണ്ടർ അടിക്കും, അത് സംശയമില്ല. അതുകൂടാതെയാണ് പാകിസ്ഥാനിലെ 15 സ്ഥലത്തെ അക്രമം ഇന്നും നാളെയായിട്ട് ഇന്ത്യ നടത്തി അത് തീർക്കും എന്നാണ് കരുതുന്നത്. ഇന്ത്യ യുദ്ധത്തിന് ഇനി തയ്യാറല്ല. അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യാനും ആവശ്യമില്ല. ഇന്ത്യയെ ദ്രോഹിച്ച ഇന്ത്യൻ ജനങ്ങളെ കൊന്നൊടുക്കിയ ഭീകരരെ അവരെ മാത്രം ഇന്ത്യക്ക് നോട്ടമുള്ളൂ. അത് ഇന്നും നാളെയും 2-3 ദിവസം കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകും. അതുകൊണ്ട് ഇന്ത്യ വാർ നിർത്തും. അതേ സമയത്ത് ആർട്ടിലറി അവിടുന്ന് ഇന്ത്യൻ ആ ഗ്രാമീണരെ ഉപദ്രവിച്ചാൽ അതിന് മിലിറ്ററി അത് കൗണ്ടർ അടിച്ച് തീർത്തോളും. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് ഇന്ത്യ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ മോക്ക് ഡ്രില്ലുകൾ ഇന്ത്യ മുഴുവൻ നടത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യ തന്ത്രപരമായ ഒരു കാര്യം കൂടെ ചിനാബ് നദിയിലെ ഒരു ഷട്ടർ ഇപ്പം തുറന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ പോലെ ഒരു വെള്ളപ്പൊക്കം ആ രീതിയും വെള്ളം കൊണ്ട് ഒരു തിരിച്ചടി ഇപ്പം കൊടുക്കും. അതുപോലെ രാജസ്ഥാനിലെ ഏരിയയിലും ജോധ്പൂരിലും ഒക്കെ ഇന്ത്യ വളരെയധികം ആകാശ വീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു മുന്നോടിയായിട്ടാണ് ഏകദേശം 430 വിമാന സർവീസ് ഇന്ത്യ റദ്ദ് ചെയ്തിരിക്കുന്നു. 27 വിമാനത്താവളങ്ങളും ഇന്ത്യയുടെ കാശ്മീരിന്റെ അടുത്ത് നോർത്തിലും വെസ്റ്റിലും ഉള്ള ഭാഗത്തെ വിമാനത്താവളങ്ങളും ഏകദേശം മധ്യപ്രദേശ് വരെയുള്ള ആ വിമാനത്താവളങ്ങൾ 27 എണ്ണം നമ്മൾ അടച്ചിട്ടുണ്ട് 2-3 ദിവസത്തേന്. അതിനുശേഷം 430 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ അക്രമത്തിന് മുന്നോടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് 2 ദിവസത്തിനകം ഇന്ത്യ ടെററിസ്റ്റുകളുടെ ഏരിയ മുഴുവൻ ഇന്ത്യ അടിച്ചു തകർത്ത് തീർത്ത് ആ യുദ്ധം അല്ലെങ്കിൽ ടെററിസ്റ്റുകൾക്കെതിരായിട്ടുള്ള യുദ്ധം ഇന്ത്യ സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് കരുതുന്നത്. ആ സമയത്ത് ഇന്ത്യയുടെ ഭാഗം നമ്മുടെ ടെററിസ്റ്റുകളായ ശത്രുക്കളെ മാത്രമേ നമ്മൾ ആക്രമിച്ച് കൊന്നൊടുക്കിയിട്ടുള്ളൂ എന്ന് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ലോകത്തിലെ ഇന്ത്യയുടെ ഈ അക്രമം അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിച്ച ഇവരെ മാത്രമാണ് എന്ന് കരുതുന്നവർക്ക് ബോധ്യപ്പെടുകയും അവർ ഇന്ത്യയുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഇന്ത്യക്ക് ഓപ്പണായിട്ട് സപ്പോർട്ട് തന്ന ഇസ്രായേലാണ്. ആ ഇസ്രായേലിന് അതിൻ്റെ വളരെയധികം ആധുനിക വെപ്പൺസ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു ലോകത്തിലെ ഏറ്റവും നാലാമത്തെ ശക്തി ഇന്ത്യയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോകത്തിലെ മുഴുവൻ ജനങ്ങളും അത് വീക്ഷിക്കുന്നുണ്ട്. ലോകത്തിലെ കരുത്തരായ രാജ്യങ്ങളുടെ 3-4 പേരിൽ ഒന്ന് ഇന്ത്യ തന്നെയാണ്. ആ ഇന്ത്യയുടെ ഏകദേശം പകുതിയെ കഷ്ടിച്ച് പകുതിയോളം മാത്രമേ പാകിസ്ഥാന് എക്യുപ്മെന്റ് ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. 14 ലക്ഷം നമ്മുടെ ആർമിയുടെ നമ്മുടെ സ്ട്രെങ്ത് 14 ലക്ഷമാണ്. പാകിസ്ഥാന് അത് 11 ലക്ഷമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഈ ഷിപ്പുകൾ പലതും 7-8 ഷിപ്പുകളുണ്ട്. വിമാനവാഹിനി കപ്പലുകളുള്ള 10-18 ഷിപ്പുകളോളം ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാന് ചില ഏരിയയിൽ അവർക്ക് ചെറിയ ഷിപ്പും വലിയ ഷിപ്പും കൂടെ ഉണ്ട്. 10-18 എണ്ണേ ഉള്ളൂ എന്നത്. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെയല്ല, 240 അടുത്ത് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അവരുടെ 2 ഇരട്ടി ശക്തിയുള്ള ഇന്ത്യയുടെ അടുത്ത് പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചതിമാർഗത്തിൽ കൂടി ഇതുപോലെയുള്ള ആർട്ടിലറിയെ ഉപയോഗിച്ചിട്ട് ചില ശല്യങ്ങൾ ചെയ്യുന്നല്ലാതെ അതിനപ്പുറം ഒന്നും പാകിസ്ഥാന് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 2 ദിവസം കൊണ്ട് ഇന്ത്യയുടെ ജോലി തീർക്കും ഇന്ത്യ. അതിനുശേഷം അതിർത്തി കടന്ന് കാണിക്കുന്ന കുസൃതികൾക്കെതിരായിട്ട് തക്കതായ ഇന്ത്യ മറുപടിയും കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. 2-3 ദിവസത്തെ പ്രത്യാക്രമണ ശേഷം, ടെററിസ്റ്റുകളെ നശിപ്പിച്ച ശേഷം ഇന്ത്യ ശാന്തമാകും. അല്ല, ഇന്ത്യ പിന്നീട് അക്രമം നടത്തില്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷെ ആ 3-4 ദിവസത്തിന് ഇവിടെ പ്രിക്കോഷൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുക്കണമെന്നുള്ള
കേന്ദ്ര നിർദ്ദേശം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം, അതുപോലെ നമുക്കറിയാം വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം, അതുപോലെ എയർപോർട്ടുണ്ട്, ആർമിയുടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പുണ്ട്, ഇവിടെ എയർഫോഴ്സിന്റെ ക്യാമ്പുണ്ട്, വിമാനത്താവളമുണ്ട്. ഈ ഏരിയയിലെല്ലാം അതീവ ജാഗ്രതയോടെയും ശക്തിപ്പെടുത്താനും ശ്രദ്ധിക്കാനും ഒക്കെയുള്ള ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞു. കൊച്ചിയിലും അതുപോലെ തന്നെ. കൊച്ചിയിലെ പല സ്ഥലങ്ങളിലും നമുക്കറിയാം കൊച്ചിൻ എയർപോർട്ടുകൾ, അതുപോലെ അവിടെയുള്ള ഇന്ത്യയുടെ നേവി ഹെഡ്ക്വാർട്ടേഴ്സുകൾ, അതുപോലെ ഇന്ത്യൻ ഷിപ്പുകൾ പലതും കൊച്ചിയിലുണ്ട്. അപ്പോൾ അതിലൊക്കെ ജാഗ്രതയോടെ കൂടി അവിടെ പ്രിവെന്റീവ് ആയിട്ടുള്ള നടപടി എടുക്കാൻ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞു. തിരുവനന്തപുരം, കൊച്ചിയിലെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും ഇപ്പോൾ തന്നെ പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞു. അതിന് കൂടുതൽ ആൾക്കാരെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളം അതീവ ജാഗ്രതയിലാണ്. ഇനി ഇപ്പോൾ മോക്ക് ഡ്രില്ല് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മോക്ക് ഡ്രില്ലുകൾ വരാം. അത് ബ്ലാക്ക് ഔട്ട് അതിൻ്റെ അടുത്ത സ്റ്റേജ് അതായിരിക്കും. ഇന്ത്യ ഇന്ന് രാത്രിയിലോ നാളെയോ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ബ്ലാക്ക് ഔട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടുകൊണ്ടാണ് ഇതുപോലുള്ള ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഫ്ലൈറ്റുകളെല്ലാം കുറേയൊക്കെ റദ്ദാക്കിയതെല്ലാം 2 ദിവസം 3 ദിവസം 36 മണിക്കൂറിനാണ് പറയുന്നെങ്കിൽ അത് 72 മണിക്കൂർ വരെ നീളാനുള്ള സാധ്യതയുണ്ട്. 2 ദിവസം കൊണ്ട് ഇന്ത്യയുടെ ജോലി തീർക്കും എന്നാണ് ഞാൻ കരുതുന്നത്.